ഇടുക്കിയിൽ പടയപ്പ് എന്ന കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രി പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ഈ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു. റോഡിൽ നിന്ന് തുരത്തിയെങ്കിലും ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ പടയപ്പ തുടരുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് ടെലിഫോണിൽ. രാഹുൽ വിജയൻ, പടയപ്പ ഈ ജനവാസ മേഖല വിട്ടു പോകില്ല, നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നല്ലേ? പറയൂ. എസ് കെ അവിടുത്തെ നാട്ടുകാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പടയപ്പയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായി മാറി വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രിയിലാണ് ഏകദേശം അരമണിക്കൂറോളം പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ദേശീയപാതയിലെ വാഹനങ്ങൾ പടയപ്പ തടഞ്ഞത്. പിന്നീട് വനം വകുപ്പിന്റെ RRT എത്തി ആനയെ തുരത്തുകയായിരുന്നു. തുരത്തിയെന്ന് പറഞ്ഞാലും ആ റൂട്ടിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും പെരിയവര എസ്റ്റേറ്റ് ഭാഗത്ത് ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. ലയങ്ങൾക്കടുത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന സമയമാണ്, അവധിക്കാലമാണ്. ഈ പെരിയവര എസ്റ്റേറ്റ് ഭാഗത്തൂടെയൊക്കെ ടോപ്പ് സ്റ്റേഷനിലേക്കൊക്കെ നിരവധി വാഹനങ്ങളും ആളുകളും ഒക്കെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആശങ്ക അവിടെയുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത്. പടയപ്പ അത്ര വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, ആളുകൾക്ക് നേരെ ഒന്നും പറഞ്ഞെടുക്കില്ല. എങ്കിൽ കൂടിയും ഏതെങ്കിലും വിധേന ഏതെങ്കിലും ഒരു സമയത്ത് അതിന്റെ സ്വഭാവം മാറിയാൽ പ്രശ്നമാവില്ലേ എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് എന്തായാലും കൃത്യമായി നിരീക്ഷിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡിലേക്കും വാഹനങ്ങൾ തടയുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്വഭാവത്തിലേക്ക് ആന പോകുന്നുണ്ട്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. താങ്ക് യു രാഹുൽ വിജയൻ. എന്തായാലും നമ്മുടെ ഈ കാട്ടാന പടയപ്പ അവിടെ തന്നെ നിൽക്കുകയാണ് ജനവാസ മേഖലയിൽ.